റിജക്ട് മോഡേണിറ്റി, എംബ്രേസ് മാസ്കുലിനിറ്റി. പുരോഗമനവാദത്തെ പാടെ നിഷേധിച്ച് ആണത്വം സ്വീകരിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് വെസ്റ്റിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തൊരു ഐഡിയോളജിയാണ് ഇത്. ഓരോ മാസവും ഓരോ ജെൻഡർ വരുന്നതിനെ എതിർത്ത് അല്ലെങ്കിൽ അതിനെ പരിഹസിച്ച് ഒരു കൂട്ടം ആളുകൾ പോഡ്കാസ്റ്റും വീഡിയോസും ഒക്കെ ചെയ്യുന്നു. അവര് പറയുന്ന കാര്യങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നു. അതും വെസ്റ്റിലോട്ടൊക്കെ, ഇന്ത്യയിലും കുറെയൊക്കെ ചർച്ചയായിരുന്നു അതൊക്കെ. ഈ പറഞ്ഞ ആണത്വം അല്ലെങ്കിൽ മാസ്കുലിനിറ്റി ഇതിനെ പ്രകീർത്തിക്കുന്നു. അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കടക്കുന്നില്ല. അഭിഷേക് ശ്രീകുമാർ ഈ ഒരു ഐഡിയോളജി ഉള്ള ആളാണോ എന്നതിൽ ഇപ്പോഴും എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഞാൻ പുള്ളിയുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ബാൻഡ് ആണ് എന്നാണ് പറയുന്നത്. ബിഗ് ബോസിലാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അഭിഷേക് ജയദീപിനെയും അറിയില്ല, ബിഗ് ബോസിലാണ് കാണുന്നത്. ഇതിനകത്ത് ഇവർ ചെയ്യുന്നത് വെച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അഭിഷേക് ശ്രീകുമാർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇന്നലെ. മാന്യമായിട്ട് സ്വന്തം കാര്യം നോക്കും ജീവിക്കുന്ന ആരോടും എനിക്ക് വിയോജിപ്പില്ല എന്ന്. മാന്യമായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആരോടും എനിക്ക് വിയോജിപ്പില്ല. അതൊരു വളരെ അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞ് വേറുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ നടക്കുന്ന ആളുകളെയാണ് ശ്രീകുമാർ വിമർശിച്ചത്. ഇപ്പൊ ലൈവില് ചെറിയ രീതിയിൽ രണ്ട് അഭിഷേകുമാരും തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടായി. LGBT ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് കാണുന്നത് എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഇത് രണ്ടും ഒരു ഓർഗനൈസേഷൻ അല്ല, ജെൻഡേഴ്സ് ആണ്. LGBT ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ജയദീപ് മിണ്ടാതിരിക്കുന്നില്ല. രണ്ടുപേരും ഒരു 5-10 മിനിറ്റ് ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിന് അറിയാം അതിന് നടക്കുമെന്ന്. പുറത്തെ കാര്യങ്ങൾ, അതും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അതിരുവിടുന്ന വാഗ്വാദങ്ങൾ നടത്തരുത് എന്ന് ശക്തമായ താക്കീത് ബിഗ് ബോസ് കൊടുത്തു. എന്നിട്ട് ഇറക്കി വിട്ടു രണ്ടുപേരെയും കൺഫെഷൻ റൂമിൽ നിന്ന്. നല്ല വാർണിംഗ് കൊടുത്തു രണ്ടുപേർക്കും. പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞു. ഗെയിം പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് വാഗ്വാദം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കിതിൽ പറയാനുള്ളത്, അതിനകത്ത് തന്നെ പലരും രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ആദ്യം ഒന്നിരുന്ന് സംസാരിക്കുക, പറഞ്ഞു തീർക്കുക, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക, ഗെയിമിലെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഇതാണ് ഞാനും പറയുന്നത്. പുറത്തെ പല കാര്യങ്ങളും തലയിൽ കയറ്റി വെച്ചിട്ടാണ് ഇവരിങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വന്നു കയറിയ രണ്ടാമത്തെ ദിവസം തന്നെ രണ്ടുപേരും ആദ്യം ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഇവരുടെ സെക്കൻഡ് ഡേ മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെട്ടാലല്ലേ ആൾക്കാർ ആരാണ്, എന്താണ് അവരുടെ നിലപാടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കിയാലല്ലേ ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അവരങ്ങനെ ചെയ്യാതെ എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പുറത്ത് വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്രഡ്ജ് വെച്ച് നടക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.